ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് റവ വെച്ചിട്ടൊരു ദോശയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ദോശ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ്. നല്ല കട്ടിയുള്ള തൈര് ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് വെള്ളമാണ്. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. തൈരും ഈ റവയും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ അതാ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ റവയ്ക്കൊന്ന് കുതിർന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു കടായി വെച്ചിട്ടുണ്ട്. കടായി ചൂടായതിനു ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരണം. അപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി കടുക് എല്ലാം ഒന്ന് പൊട്ടി വരണം. പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന സബോളയാണ്. ഒരു 1/2 സബോള ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയ പീസുകളായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം ഞാൻ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഒരു ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ്. അപ്പോൾ ഒരു പച്ചമുളക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരുപാട് ടൈമൊന്നും വഴറ്റിയെടുക്കണ്ട. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ റവയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയും വഴറ്റിയെടുത്താൽ മതി. ഇതിൻ്റെ കളറൊന്നും മാറി വരണ്ട. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള റവയും തൈരൊക്കെ നന്നായിട്ട് സോക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ അതാ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ബാറ്റർ. അപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ വഴറ്റി വെച്ച ക്യാരറ്റും സബോളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 തവി ബാറ്ററാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ ദോശ വെന്ത് കിട്ടും. ഒത്തിരി ടൈമൊന്നും എടുക്കില്ല. അപ്പോൾ ഇനി ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗീക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1/2 സ്പൂൺ ഗീ ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും അതൊന്ന് ആക്കി കൊടുക്കണം.
അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗീ ആണെങ്കിൽ ഒരു പ്രത്യേക രുചി കിട്ടും ദോശയ്ക്ക്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ ക്യാരറ്റൊക്കെ ഇട്ടത് കാരണം തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അതാ ഒരു സൈഡെല്ലാം ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് ആ ഭാഗവും വേവിച്ചെടുക്കണം. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ദോശയാണ്. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ദോശയ്ക്ക് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ ക്യാരറ്റൊക്കെ ഇട്ടത് കാരണം കുട്ടികൾ നന്നായിട്ട് കഴിക്കും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ദോശ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ കാണാം. അതിലെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.